ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തികവും സൈനികവുമായ ശക്തികളിലൊന്നായ ചൈനയുടെ നിലവിലെ ഏറ്റവും വലിയ ടാർഗറ്റഡ് പ്ലേസ് ആണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, സംഭവം സത്യമാണ്. നിലവിൽ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ നോട്ടം കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖത്തേക്കാണ്. എന്നാൽ 2 തവണ ചൈന വിഴിഞ്ഞത്തേക്ക് നുഴഞ്ഞു കയറാൻ നോക്കിയിട്ടും ഇന്ത്യ 2 തവണയും അവരെ തടയുകയായിരുന്നു. അതെന്തുകൊണ്ടാണെന്നും ചൈന എന്തിനാണ് കേരളത്തെ ലക്ഷ്യം വെക്കുന്നതെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ത്യയുടെ 75% വരുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് കാർഗോ, അതായത് വലിയ കപ്പലുകളിൽ നിന്ന് ചെറിയ കപ്പലുകളിലേക്ക് കാർഗോകൾ മാറ്റുന്ന ബിസിനസ് നടന്നിരുന്നത് വിദേശ പോർട്ടുകളിലായിരുന്നു. കൊളംബോ, സിംഗപ്പൂർ, ദുബായ് എന്നിവയായിരുന്നു അവ. എന്നാൽ ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ തിരിച്ചോ പോകേണ്ട ചരക്കുകളുടെ ഏകദേശം 45% കൈകാര്യം ചെയ്തിരുന്നത് കൊളംബോ മാത്രമാണ്. അതായത് ഇന്ത്യയുടെ തീരത്ത് നിന്ന് വെറും 135 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുള്ള ഒരു വിദേശ രാജ്യത്തെ പോർട്ടിലൂടെയാണ് ഇന്ത്യയുടെ പകുതിയോളം ബിസിനസ് നടന്നിരുന്നത്. 7500 കിലോമീറ്ററിലധികം തീരപ്രദേശവും 200-ലധികം പോർട്ടുകളും ഉണ്ടായിട്ടും സ്വന്തമായി ചെയ്യേണ്ട കാര്യത്തിനായി ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്ക് പണം നൽകുകയായിരുന്നു. ഇതിന് കാരണം ഇന്ത്യയിലെ ഭൂരിഭാഗം പോർട്ടുകൾക്കും ആഴം കുറവായിരുന്നു എന്നുള്ളതാണ്. മിക്ക പോർട്ടുകൾക്കും 9 മുതൽ 11 മീറ്റർ വരെ മാത്രമാണ് ആഴം ഉണ്ടായിരുന്നത്. ഇന്നത്തെ വലിയ ചരക്കു കപ്പലുകൾക്ക് വേണ്ട ആഴം ഇതിലും വളരെ കൂടുതലാണ്. ഇതിലൂടെ പ്രതിവർഷം 200 മില്യൺ മുതൽ 220 മില്യൺ US$ വരെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. കൂടാതെ ഈ ചുറ്റിക്കറങ്ങിയുള്ള സിസ്റ്റം കാരണം ഇന്ത്യൻ കയറ്റുമതിക്കാർ ഒരു കണ്ടെയ്നറിന് $200 വരെ അധികമായി നൽകേണ്ടിയും വന്നു. എന്നാൽ ഇതെല്ലാം പരിഹരിക്കേണ്ടിയിരുന്ന പോർട്ട് പണ്ട് മുതലേ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വിഴിഞ്ഞം പോർട്ട്. ഈ സ്ഥലത്ത് നിന്നുള്ള വ്യാപാരം അറേബ്യൻ ഉപദ്വീപ് മുതൽ സൗത്ത് ചൈന സീ വരെ എത്തിയിരുന്നു. 8 മുതൽ 11 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ആയി രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഇവിടം. അവരുടെ നാവിക ശക്തി എത്രത്തോളം വലുതായിരുന്നു എന്ന് വെച്ചാൽ ചോഴന്മാരും പാണ്ഡ്യന്മാരും ഈ തുറമുഖം നിയന്ത്രിക്കാനായി വിഴിഞ്ഞത്തെ ആവർത്തിച്ച് ആക്രമിച്ചിരുന്നു. 1940കളിൽ ബ്രിട്ടീഷുകാർ പോലും ഇവിടെ സർവേ നടത്തുകയും ഒരു വലിയ പോർട്ട് നിർമ്മിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളം മറ്റ് രാജ്യങ്ങൾ നമ്മുടെ പണം കൊണ്ടുപോകുമ്പോൾ ഈ തുറമുഖം വികസനമില്ലാതെ കിടക്കുകയാണ് ചെയ്തത്. വിഴിഞ്ഞം തുറമുഖത്തിന് 24 മീറ്റർ ആഴമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് 1 മീറ്റർ പോലും മണ്ണ് നീക്കം ചെയ്യാതെ അഥവാ ഡ്രഡ്ജിംഗ് ചെയ്യാതെ അടുക്കാൻ സാധിക്കുന്ന അത്രയും ആഴം. ഇതൊരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. ഏഷ്യയിലെ മറ്റ് പോർട്ടുകൾക്കെല്ലാം വലിയ കപ്പലുകൾ വരാൻ വേണ്ടി എപ്പോഴും മണ്ണ് നീക്കം ചെയ്ത് ആഴം കൂട്ടേണ്ടി വരാറുണ്ട്. എന്നാൽ വിഴിഞ്ഞത്തിന് അതിൻ്റെ ആവശ്യമില്ല. ഇവിടുത്തെ കടൽ തീരത്തെ മണ്ണ് പ്രകൃതിദത്തമായി തന്നെ സ്ഥിരതയുള്ളതാണ്. അതായത് കാലക്രമേണ കടൽത്തറയിൽ മണ്ണ് അടിഞ്ഞുകൂടില്ല. കൂടാതെ ഇത് പ്രധാന അന്താരാഷ്ട്ര കപ്പൽ പാതയോട് അഥവാ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിനോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യൻ ഉപദ്വീപിലെ ഏക പോർട്ടും കൂടിയാണ്. ഇന്ത്യയിലെ മറ്റ് പോർട്ടുകളിലേക്ക് വരണമെങ്കിൽ കപ്പലുകൾ അവരുടെ പാതയിൽ നിന്ന് കുറഞ്ഞത് 5 മണിക്കൂറിലധികം അധികമായി യാത്ര ചെയ്യേണ്ടി വരും. എന്നാൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാത വിഴിഞ്ഞത്തിൻ്റെ അടുത്തുകൂടിയാണ് കടന്നുപോകുന്നത്. പതിറ്റാണ്ടുകളായി ഇന്ത്യക്ക് തങ്ങളുടെ കൈവശമുള്ള ഈ വലിയ നിധിയെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല. ഇത് യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യക്ക് ഇത്രയും സമയമെടുത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ചൈനീസ് പണം, ഇന്ത്യയുടെ ജാഗ്രത, പിന്നെ രാജ്യം എടുത്ത ഏറ്റവും ബുദ്ധിപരമായ ഒരു തീരുമാനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനിയാണ് കേരളവും ചൈനയും തമ്മിലുള്ള അധികമാരും ശ്രദ്ധിക്കാത്ത ചില ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. 2000ങ്ങളുടെ തുടക്കത്തിൽ ഇന്ത്യ വിഴിഞ്ഞം പോർട്ട് പ്ലാൻ ചെയ്തു തുടങ്ങിയപ്പോൾ ചൈനീസ് കമ്പനികൾ നിർമ്മാണത്തിനായി മുന്നോട്ട് വന്നിരുന്നു. 2006-ൽ കേരള സർക്കാർ 2 ചൈനീസ് കമ്പനികൾ, അതായത് കൈതി ഇലക്ട്രിക് പവറും ചൈന ഹാർബർ എഞ്ചിനീയറിംഗ് കമ്പനിയും ഉൾപ്പെട്ട ഒരു സംഘത്തിന് ഈ പ്രൊജക്റ്റ് നൽകി. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് അവർക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് നൽകാൻ തയ്യാറായില്ല. പിന്നീട് 2008-ൽ രണ്ടാമതും ലേലം വിളിച്ചപ്പോൾ വീണ്ടും ചൈനീസ് താൽപ്പര്യങ്ങൾ അതിലുണ്ടായിരുന്നു. അപ്പോഴും ഇന്ത്യ വേണ്ടെന്ന് വെച്ചു. കാരണം ഒന്ന് തന്നെ, ദേശീയ സുരക്ഷ. അക്കാലത്ത് പലരും കരുതിയത് ഇന്ത്യ അമിതമായി പേടിക്കുകയാണെന്നാണ്. ഏഷ്യയിലെ പല രാജ്യങ്ങളിലേക്കും ചൈനീസ് നിക്ഷേപം ഒഴുകുകയായിരുന്നു. പിന്നെ നമുക്ക് എന്തുകൊണ്ട് ആ പണം എടുത്തുകൂടാ? അത് മനസ്സിലാക്കാൻ നമ്മൾ മാപ്പ് ശ്രദ്ധിക്കണം. 2000ങ്ങളുടെ തുടക്കം മുതൽ ചൈന നിശബ്ദമായി ഒരു സ്ട്രിംഗ് ഓഫ് പേൾസ് നിർമ്മിക്കുകയാണ്. അതായത് ചൈനയുടെ തീരം മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ആഫ്രിക്ക വരെ നീളുന്ന പോർട്ടുകളുടെയും സൈനിക കേന്ദ്രങ്ങളുടെയും ഒരു ശൃംഖല. പാകിസ്ഥാനിലെ ഗ്വാദർ,
ചൈന നിർമ്മിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഈ പോർട്ട് പേർഷ്യൻ ഗൾഫിലെ വാതിലിലാണ്. ഇത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിൽ ഒന്നിൽ ചൈനയ്ക്ക് നിരീക്ഷണാധികാരം നൽകുന്നുണ്ട്. അതുപോലെ ശ്രീലങ്കയിലെ ഹംബൻ തോട്ട ചൈനയിൽ നിന്ന് വാങ്ങിയ കടം വീട്ടാൻ കഴിയാതെ വന്നപ്പോൾ അത് 99 വർഷത്തേക്ക് ചൈനയ്ക്ക് പാട്ടത്തിന് നൽകേണ്ടി വരികയായിരുന്നു. അതുപോലെ ആഫ്രിക്കയിലെ ജിബൂട്ടി 2017 ചൈന തങ്ങളുടെ ആദ്യത്തെ വിദേശ സൈനിക താവളം തുറന്നത് ഇവിടെയാണ്. റെഡ് സീയുടെ കവാടത്തിൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഷിപ്പിംഗ് കോറിഡോറിന് തൊട്ടടുത്ത്. ഇത് വെറും വ്യാപാരത്തിന് വേണ്ടിയുള്ളതല്ല, ഇതൊരു സ്ട്രാറ്റജിക് എൻസർക്ലിമെൻ്റ് ആണ്. ലോകത്തിലെ കടൽ വഴിയുള്ള എണ്ണ നീക്കത്തിൻ്റെ വലിയൊരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയാണ് നടക്കുന്നത്. ഈ ശൃംഖലയിലെ ഓരോ പോർട്ടും ചൈനയ്ക്ക് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന സാധനങ്ങളുടെ നീക്കം നിരീക്ഷിക്കാനോ തടസ്സപ്പെടുത്താനോ ഉള്ള അധികാരം നൽകുന്നു. എന്നാൽ ഇതിലും ഭീകരമായ മറ്റൊരു കാര്യമുണ്ട്. ഈ കൊളംബോ പോർട്ട് നോക്കിയാൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്ന് വെറും 135 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ്. ചൈനീസ് സർക്കാർ കമ്പനിയായ ചൈന മെർച്ചൻസ് ഹോൾഡിംഗ്സിന് കൊളംബോയിലെ CICT ടെർമിനലിൽ 85% ഷെയറുണ്ട്. കൊളംബോ പോർട്ടിലെ ചരക്കു നീക്കത്തിൻ്റെ 40% കൈകാര്യം ചെയ്യുന്നത് ഈ ഒരൊറ്റ ടെർമിനലാണ്. സത്യത്തിൽ കൊളംബോയിലൂടെ പോകുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് ബിസിനസ്സിൻ്റെ 70% ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചരക്കുകളാണ്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ സ്വന്തം സാധനങ്ങൾ കൈകാര്യം ചെയ്ത് ഒരു ചൈനീസ് കമ്പനി വൻ ലാഭമുണ്ടാക്കുകയായിരുന്നു. കാരണം ഇന്ത്യക്ക് അന്ന് സ്വന്തമായി വലിയ പോർട്ടുകൾ ഇല്ലായിരുന്നു. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ നമ്മൾ 2022 ഓഗസ്റ്റിൽ കൊളംബോയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അതായത് ചൈനയുടെ യുവാൻവാങ് 5 എന്ന റിസർച്ച് വെസൽ ഇന്ത്യയുടെ തീരത്ത് നിന്ന് വെറും 135 നോട്ടിക്കൽ മൈൽ അകലെയുള്ള പോർട്ടിലേക്ക് അടുത്തിരുന്നു. അതൊരു വലിയ സൈനിക പ്രശ്നമായിരുന്നില്ല, സാധാരണ ഒരു വിസിറ്റ് മാത്രമാണെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണമായിരുന്നില്ല. കാരണം ഉപഗ്രഹങ്ങളുടെ ചലനങ്ങളും മിസൈൽ വിക്ഷേപണങ്ങളും നിരീക്ഷിക്കാനും സമുദ്രത്തിൻ്റെ അടിത്തട്ട് മാപ്പ് ചെയ്യാനും കഴിയുന്ന അത്യാധുനിക ട്രാക്കിംഗ് കപ്പലാണ് യുവാൻവാങ് 5. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ട് വലിയ തന്ത്രപരമായ പ്രാധാന്യമുള്ളതാണ്. സബ്മറൈനുകൾക്ക് സഞ്ചരിക്കാൻ ഇത്തരം കൃത്യമായ ഭൂപടങ്ങൾ ആവശ്യമാണ്. ചൈനയ്ക്ക് സാമ്പത്തിക സ്വാധീനമുള്ള ഒരു പോർട്ടിൽ ആ കപ്പൽ വന്നത് ഒരു സന്ദേശമായിരുന്നു, ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന ഭീഷണിയുടെ സ്വരം. അപ്പോൾ ചൈനയെ വിഴിഞ്ഞം നിർമ്മിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ത്യയുടെ സ്വന്തം മണ്ണിൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പാതയ്ക്ക് വെറും 10 മൈൽ അകലെ ചൈനീസ് സാന്നിധ്യം ഉണ്ടാകുമായിരുന്നു. 2006 2008 ഇന്ത്യ എടുത്ത തീരുമാനങ്ങൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും ബുദ്ധിപരമായ നീക്കങ്ങളായി കാണാം. 2025 ഏപ്രിലിൽ നടന്ന കാര്യങ്ങൾ ഇതിനെല്ലാം കൂടെ ചൈനയ്ക്ക് ഇന്ത്യ നൽകിയ മറുപടിയായിരുന്നു. ഇന്ത്യയിലെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC തുർക്കി വഴിയാണ് ആ സന്ദേശം നൽകിയത്. 399.9 മീറ്റർ നീളവും 61.3 മീറ്റർ വീതിയുമുള്ള ഈ കപ്പലിന് 24,346 കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുണ്ട്. ഇത് ഏകദേശം 4 ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ നീളത്തിന് തുല്യമാണ്. വർഷങ്ങളായി ഇത്തരം വലിയ കപ്പലുകൾ ഇന്ത്യയെ ഒഴിവാക്കുകയായിരുന്നു. ഒരു ഇന്ത്യൻ പോർട്ടിനും ഇവയെ സ്വീകരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അവ ഇന്ത്യയെ കടന്ന് കൊളംബോയിലോ സിംഗപ്പൂരിലോ ദുബായിലോ പോയി സാധനങ്ങൾ ഇറക്കും. ഇപ്പോൾ MSC തുർക്കി വിഴിഞ്ഞത്ത് എത്തിയിരുന്നു. സൗത്ത് ഏഷ്യയിലെ തന്നെ അതിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായിരുന്നു ഇത്. ഇതിനെല്ലാം പുറമെ വിഴിഞ്ഞം ഒരു മികച്ച എഞ്ചിനീയറിംഗ് നേട്ടം കൂടിയാണ്. കപ്പലുകളെ തിരമാലകളിൽ നിന്ന് സംരക്ഷിക്കാൻ നിർമ്മിച്ച ഇതിൻ്റെ ബ്രേക്ക് വാട്ടർ ഭിത്തി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴമേറിയതാണ്. കടലിനടിയിൽ 28 മീറ്റർ വരെ താഴ്ചയുള്ള ഇതിന് 9 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട്. ഇവിടുത്തെ ക്രെയിനുകളും റെക്കോർഡിട്ടവയാണ്. വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയ പോർട്ട് കൂടിയാണ്. IIT മദ്രാസുമായി ചേർന്ന് വികസിപ്പിച്ച AI ഉപയോഗിച്ചുള്ള വെസൽ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 2025 സെപ്റ്റംബറോടെ വിഴിഞ്ഞം 500 കപ്പലുകളെ സ്വീകരിക്കുകയും 1.1 മില്യൺ TEU ചരക്ക് കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഇതിൽ 28 ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളായ അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകളായിരുന്നു. ഒരു ഇന്ത്യൻ പോർട്ടിലും ഇത്രയും വലിയ കപ്പലുകൾ ഇത്ര ചുരുങ്ങിയ കാലയളവിൽ വന്നിട്ടില്ല. വർഷം തോറും പുറത്തേക്ക് ഒഴുകിയിരുന്ന $200 മില്യൺ ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ലൈനായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അഥവാ MSC അവരുടെ പ്രധാന റൂട്ടുകളിൽ വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തി കഴിഞ്ഞു. കൂടാതെ 2023 G20 ഉച്ചകോടിയിൽ ഇന്ത്യ IMEC അഥവാ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന പുതിയ വ്യാപാര പാത പ്രഖ്യാപിച്ചു. ഇത് ഇന്ത്യയെ മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്നു. ഇത് വെറും കപ്പൽ പാതയല്ല, ഇതിൽ ഇന്റർനെറ്റ് കേബിളുകളും ക്ലീൻ ഹൈഡ്രജൻ പൈപ്പ് ലൈനുകളും വൈദ്യുതി ലൈനുകളും ഉൾപ്പെടുന്നു. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഇന്ത്യ, UAE, സൗദി അറേബ്യ
എന്നീ രാജ്യങ്ങൾ ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയുടെ പകുതിയോളം നിയന്ത്രിക്കുന്നത് ഈ രാജ്യങ്ങളാണ്. ഇത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിനുള്ള മറുപടിയാണ്. ഇനി കണ്ടെയ്നറുകൾ നീങ്ങുന്നത് ചൈനീസ് നിയന്ത്രണത്തിലുള്ള പാതയിലൂടെയല്ല, മറിച്ച് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള പാതയിലൂടെയായിരിക്കും. ചൈന വിഴിഞ്ഞത്തേക്ക് 2 വട്ടം വന്നു. ഇന്ത്യ 2 വട്ടവും വേണ്ടെന്ന് പറയുകയും ചെയ്തു. ഇന്ത്യ 8,867 കോടി രൂപ ചിലവാക്കി ഈ പോർട്ട് നിർമ്മിക്കുന്നത് അവർ നോക്കി നിന്നു. ഇപ്പോൾ കൊളംബോയിലെ ചൈനീസ് ലാഭം കുറയുന്നത് ചൈനയ്ക്ക് ഒരു തിരിച്ചടിയാണ്. 2025 മെയ് 2 പ്രധാനമന്ത്രി വിഴിഞ്ഞം ഔദ്യോഗികമായി ലോകത്തിന് സമർപ്പിക്കുമ്പോൾ ചൈന അത് സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. 2028 പോർട്ടിൻ്റെ ശേഷി 3 ഇരട്ടിയാകും എന്നാണ് പറയുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ കേരളവും നമ്മുടെ വിഴിഞ്ഞവും ചൈന വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സ്ഥലങ്ങളാണ്. ഏതായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.